മലേഷ്യയുടെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ പാട്ടാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇൻ്റർനാഷണൽ മീറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി. റൂമിൽ ഞങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് വീണു ഇൻ്റർനാഷണൽ മീറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിരുന്നു. വേറൊരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സെറ്റപ്പിലായിരുന്നു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ എന്താ പറയുക നീവിലിക്കയുടെ സ്വാഗത പ്രസംഗവും അതേപോലെ തന്നെ നമ്മുടെ CMSയുടെ പ്രാർത്ഥനയും പിന്നെ പ്രസിഡന്റിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ നമ്മൾ ബാബു പട്ടേൽ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള വിശദീകരണം അതുപോലെ കുറേ നേതാക്കൾ എന്താ പറയുക പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വല്ലാതെ വലിച്ചു നീട്ടില്ല മീറ്റിംഗ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. അവിടെ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ഫുഡ് ഉണ്ടായിരുന്നു, അതുകൂടാതെ മ്യൂസിക്കൽ പ്രോഗ്രാംസ് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ബോറടിപ്പിക്കുന്ന പ്രോഗ്രാമൊന്നുമല്ല, ചെറിയൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് നേരം ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പ്രസിഡന്റും അതേപോലെ തന്നെ റസിയാത്ത പ്രസിഡന്റ് വൈഫും കൂടിയിട്ട് റൂമിലേക്ക് പോരുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ റൂമിലേക്ക് പോരുമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ കമറൂൻ്റെ മോന് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മോന് നമ്മളെ പർച്ചേസിന് കൊണ്ടുപോകാനായിട്ട് വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവരുടെ കൂടെ പർച്ചേസിന് പോയി. ഇതൊരു വെറൈറ്റിയായ പുതിയ വേറൊരു മാർക്കറ്റ് ഞങ്ങൾ കാണുമായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്താ പറയുക അവിടെ ശരിക്കും കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ അവിടെ കണ്ടത്. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പിന്നെ ചെറിയ മ്യൂസിക്കൽ പ്രോഗ്രാം അതേപോലെ തന്നെ നമ്മളെ ഫലസ്തീൻ അഭയാർത്ഥികൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മൾ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ ശരിക്കും അവിടെ നമ്മുടെ സൈലൻ്റ് ആയിട്ടാണ് അവർ വരവേറ്റിരുന്നത്. ആരും നമുക്കൊരു സാധനങ്ങളൊന്നും എടുത്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മളെ ഫൗസിക്കുട്ടി ചെറുതായിട്ടൊന്ന് ചുവടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ചെറിയ ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അതേപോലെ തന്നെ ഞങ്ങൾ ഫുഡിൻ്റെ ഏരിയ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ഏരിയ ഞങ്ങൾ അവിടെ കണ്ടു. നല്ല രസമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഞങ്ങൾ അവിടെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ ഞങ്ങൾ മീറ്റിങ്ങിൻ്റെ ഒന്ന് കഴിച്ചിട്ടാണ് വന്നത്. എന്നാൽ കൂടി ഞങ്ങൾ നല്ല ഫ്ലേവറുള്ള അടിപൊളിയായിട്ടുള്ള 3-4 ഫ്ലേവറുള്ള ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല, അത് കമറിൻ്റെ കയ്യിലാണ് തോന്നുന്നത്, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ മാർക്കറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടന്നു. മുള്ളച്ചക്ക ഉണ്ടായിരുന്നു, കൂന്തലുണ്ടായിരുന്നു, നീരാളി ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ. പിന്നെ ഈ ടവറുകളൊക്കെ കണ്ടിട്ട് ഈ ലൈറ്റ് ഇതൊക്കെ കണ്ടിട്ട് നടക്കുകയാണെങ്കിൽ തന്നെ സമയം പോണത് അറിയണില്ല കേട്ടോ. ഞങ്ങൾ 2:30-3 മണിയൊക്കെ ആയി തിരിച്ച് റൂമിലേക്ക് എത്തിയപ്പോൾ കമറിൻ്റെ മോൻ അവിടെ ജോലിയാണ്. അത് കാരണം ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ പോയി വന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ ശരിക്കും അതിൽ നടന്നിട്ട് നന്നായിട്ട് ഞങ്ങൾ ആ മാർക്കറ്റൊക്കെ ആസ്വദിച്ചിട്ടാണ് പോണത്. എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. കാരണം ഫുഡിൻ്റെയൊക്കെ അത്രയും നല്ല എന്താ പറയുക അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത്രയും കൗതുകം. അവർ അത്രയും മനോഹരമായിട്ടാണ് ആ ഫുഡിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മളെ പിന്നെ എന്താ പറയുക യാത്രയിലുള്ള ഒരുപാട് ആളുകളെ തന്നെ നമ്മളവിടെ കണ്ടിരുന്നു. അവരൊക്കെ മാർക്കറ്റിൽ ഇറങ്ങിയതാണെന്ന് മനസ്സിലായി. നടന്ന് ഞങ്ങൾ ചെറുതായിട്ട് കുഴങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ക്ഷീണം ഉണ്ടായിരുന്നു, രാവിലെ മുതലുള്ള യാത്ര മീറ്റിങ് അതൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോന്നു. എന്നിട്ട് ശരിക്കും ഞങ്ങളൊന്ന് ഫ്രഷായി കിടന്നുറങ്ങി. നെക്സ്റ്റ് അടുത്ത ഡേ കേട്ടോ നമുക്ക് മലേഷ്യ.